അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, എന്താ പറയുക, പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് സ്പിരിച്വൽ വാല്യൂസിന് എതിരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ റൈറ്റ് സോൾസിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവട്ടെ. കാരണം റൈറ്റ് സോൾസിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ മാസ്റ്ററൊക്കെ പറയുന്ന വേർഡിങ്സ് തന്നെയാണത്. കാരണം റൈറ്റ് സോൾസിൻ്റെ അടുത്ത് പൈസ ഉണ്ടാവുന്ന സമയത്ത് അത് ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യും. അപ്പം അങ്ങനത്തെ ആൾക്കാർ വരട്ടെ. അപ്പോൾ കൂടാതെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ പക്കാ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ ലെവലിൽ ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ ബാങ്ക് ബാലൻസ് 0 ആയിട്ട്, 0 അല്ല, കടം കൊണ്ട് നിറഞ്ഞിട്ടുമുണ്ട്. കടം കൊണ്ട് നിറഞ്ഞ് നമ്മൾ ആ അനുഭവത്തിൽ നിന്നാണ് പഠിച്ചത്. ഇങ്ങനെ ഒരു പോയിന്റ് എത്തി നമുക്ക് ഒരാൾക്ക്, ഇപ്പോൾ നമ്മുടെ സ്റ്റാഫ്സിന് പോലും സാലറി കൊടുക്കാൻ പറ്റാത്തൊരു ആ പോയിന്റ് വരെ ഞാൻ എത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ഇന്ന് മുതൽ ഡേ 1 എന്ന് പറഞ്ഞ് തുടങ്ങിയത്. അങ്ങനെ ഞാൻ തുടങ്ങി. പിന്നെ ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എല്ലാ ആ ലെവലിൽ പിന്നെ ഞാൻ ബാലൻസ് ചെയ്യാൻ തുടങ്ങി. കാരണം സ്പിരിച്വാലിറ്റിയും വേണം, ഈ ഒരു അത്യാവശ്യം ബാങ്ക് ബാലൻസ് നോക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 21ാം നൂറ്റാണ്ടിൽ നമുക്കൊരു സ്പിരിച്വൽ പാത്ത് മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം ബാങ്ക് ബാലൻസ് വേണം. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നതാണ്.